ഈ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചൈനയുമായി ഘട്ടം ഘട്ടമായി ചർച്ചകൾ പുനരാരംഭിക്കാനെടുത്ത തീരുമാനത്തെക്കുറിച്ചാണ്. ബീജിംഗിൽ ഇരു രാജ്യങ്ങളും നടത്തിയ നയതന്ത്ര ചർച്ചയിലാണ് ധാരണയുണ്ടായിരിക്കുന്നത്. നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിലുൾപ്പെടെ വൈകാതെ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ ചൈനയുമായുള്ള ചർച്ചകൾ നടക്കുക നയതന്ത്ര തലത്തിൽ എന്ന് പറയുമ്പോൾ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിലേതൊക്കെ സുപ്രധാന വിഷയങ്ങളിലാണ്, അല്ലെങ്കിൽ അടിയന്തര പ്രാധാന്യം വേണ്ട വിഷയങ്ങളിലാണ് ആദ്യം തീരുമാനമായിരിക്കുന്നത്? വീണ, 4 വർഷത്തെ ഒരു വലിയ പിരിമുറുക്കത്തിനൊടുവിൽ അടുത്ത കാലത്താണ് ലഡാക്കിലെ വിവിധ അതിർത്തി മേഖലകളിൽ നിന്നും ഇരു രാജ്യവും സേനാ പിന്മാറ്റം നടത്തിയത്. നമുക്കറിയാം, 2020 ജൂലൈ മാസത്തിലാണ് ഗാൽവൻ താഴ്വരയിൽ വലിയ സംഘർഷം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ രൂപപ്പെടുന്നത്. ചൈന നടത്തിയ കടന്നുകയറ്റത്തെ നമ്മുടെ സൈന്യം ചോദ്യം ചെയ്തു. പിന്നീട് കടന്നുകയറിയ ഭൂമിയിൽ നിന്നും അവരെ പിടിച്ച് മാറ്റുന്നതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഭാരതത്തിന് 20 സൈനികരെ നഷ്ടപ്പെടുകയും തിരിച്ചുള്ള ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ 50-ന് മുകളിൽ ചൈനീസ് പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഗാൽവൻ സംഘർഷം. അത് കഴിഞ്ഞ് പിന്നീട് നയതന്ത്രപരമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ ഭിന്നതകൾ ഉണ്ടായെങ്കിലും അടുത്ത കാലത്ത് മഞ്ഞുരുക്കം രൂപപ്പെട്ടു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും നേരിൽ കാണുന്ന സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം വീണ്ടും അതിർത്തിയിൽ രൂപപ്പെടുകയും അടുത്തിടെ പാങ്കോങ് തടാകത്തിൻ്റെ തീരത്ത് നിന്നും ഒപ്പം ഈ കിഴക്കൻ ലഡാക്കിൻ്റെ വിവിധ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും സേനാ പിന്മാറ്റത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിരുന്നു. ഇതിനെ തുടർന്നാണിപ്പോൾ നയതന്ത്രപരമായ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതിൽ ഘട്ടം ഘട്ടമായി തന്നെ ഈ 4 വർഷങ്ങൾക്ക് മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ധാരണയോടെ മുൻപ് നടന്നിരുന്ന പല പ്രവർത്തികളും പിന്നീട് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഉദാഹരണത്തിന് വിമാന സർവീസ് 2020 ഈ സംഘർഷത്തിന് ശേഷം നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഘട്ടം ഘട്ടമായി പുനരാരംഭിക്കുന്നതിനെ പറ്റിയാണ് ഭാരതവും ചൈനയും ആലോചിക്കുന്നത്. അടുത്തിടെ ബീജിംഗിൽ നടന്ന ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരണയായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കൈലാസ് മാനസ സരോവർ യാത്രയുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പിരിമുറുക്കം രൂപപ്പെട്ടതിനെ തുടർന്ന് കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുവാൻ ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകരെ ചൈന അനുവദിച്ചിരുന്നില്ല. മറ്റ് രാജ്യങ്ങൾ, നേപ്പാൾ, ഭൂട്ടാൻ, കംബോഡിയയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് മാത്രമാണ് ഇവർ പ്രവേശന അനുമതി നൽകിയത്. അധിനിവേശ ചൈനയിലെ ടിബറ്റിലാണ് ഈ കൈലാസ് മാനസ സരോവർ ഉള്ളത്. നമുക്കറിയാം, ടിബറ്റ് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചൈന പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്തായാലും ഇപ്പോൾ അത് ചൈനയുടെ ഭാഗമാണ്. അതിനാൽ ഭാരതത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രതിവർഷം കൈലാസ മാനസ സരോവർ യാത്ര നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 4 വർഷമായി അത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം വഷളായതിനെ തുടർന്ന് തടസ്സപ്പെടുന്ന പശ്ചാത്തലം രൂപപ്പെട്ടിരുന്നു. എന്നാൽ അതിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ചൈന അതിനുള്ള അനുമതി നൽകാൻ പോകുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഘട്ടം ഘട്ടമായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്രപരമായ ബന്ധം വഷളായതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന പല പദ്ധതികൾ അത് വീണ്ടും തുടങ്ങുവാനും പുനരാരംഭിക്കുവാനുമാണ് ഇപ്പോൾ ഭാരതവും ചൈനയും ആലോചിക്കുന്നത്. വീണ.